നല്ല കോട്ടാണല്ലോ. ഫ്ലൈറ്റ് 2 മണിക്കൂർ ലേറ്റ് ആണല്ലോ. അത് പുതിയൊരു സംഭവമല്ലല്ലോ. ഓൾ ഇന്ത്യ എക്സ്പ്രസ് എന്നേ പേരേ ഉള്ളൂ. സംഭവം ഓർഡിനറിയാ. അച്ഛൻ പറഞ്ഞാ കേക്കണ്ടേ? ഞാൻ കുറെ തവണ പറഞ്ഞു ഈ ഫ്ലൈറ്റിൽ വരണ്ട. അത് ഈ സ്വദേശി ജാഗരണ യോജന പ്രകാരേ അച്ഛൻ ചെയ്തൊരു തമാശയായി കൂട്ടിയാൽ മതി. വലിയ സീരിയസ് ആയി ഒന്നും എടുക്കണ്ട. അത് ഇയാളെ പോലെ കൊറേ ചിക്സ് ഒക്കെ വന്നിട്ടുണ്ടല്ലോ. വല്ല സിനിമാടന്മാരും വരുന്നുണ്ടാവും. അവരൊന്നും ഇങ്ങനെ അബദ്ധം കാണിക്കും. എന്താ ബന്ധം? ഈ ഓൾ ഇന്ത്യ എക്സ്പ്രസ് വരുന്നത്. ഓ നീ കൊച്ചായിരുന്നു. ഇവിടെ എന്താ പരിപാടി? ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട് നമുക്കിന്ന്. ആണോ? അതെ. നല്ല സ്മാർട്ടാണല്ലോ. എന്നാലും ഇതൊരു വല്ലാത്ത സ്കീമായി പോയി കേട്ടോ. നിനക്ക് അത്ര എളുപ്പത്തിൽ പിടിയിട്ടത്. അതെ, ഞാൻ അത് കൊണ്ടുവന്നിട്ടോ. ഓക്കെ, വെൽക്കം. താങ്ക് യു. വല്ലാത്ത സർപ്രൈസ് ആയി പോയി കേട്ടോ. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. മേഡം ഇവിടെ ഭയങ്കര ഹിറ്റാ. ദുബായിലെ വ്ലോഗൊക്കെ കാണാറുണ്ട്. ഒത്തിരി സന്തോഷം. എനിക്കും സന്തോഷം. അമ്മ കളം പിടിച്ചു. നിങ്ങളൊക്കെയാണ് യഥാർത്ഥ ഫ്രണ്ട്സ് എന്ന് പറയുന്നത്. അറിഞ്ഞു വന്നല്ലോ. വരും. ഫാൻസി റാണി കളി തുടങ്ങി. ഭയങ്കര പോപ്പുലാരിറ്റി അല്ലേ? നമുക്കൊരു സെൽഫി എടുത്തു തുടങ്ങിയാലോ? വരും. ഞാൻ ആദ്യം കേട്ടാ. അയ്യോ സാറേ, ഞാൻ സെൽഫി എടുത്തിട്ട് വരാം. പെട്ടെന്ന്. അയ്യേ, ടീച്ചറെ എന്താ ഒരു സെൽഫി ഞാൻ എടുത്തു. എടുത്തോ. കിട്ടി. കഷ്ടം. ഈ സെൽഫി എടുക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാവോ? മാനസിക രോഗത്തിന്റെ തുടക്കമാ. Hey bro, what's up? Yeah, nice. Who is that lady? Oh, she's a very big celebrity in India. Okay, may I have photograph with her? Yeah, but 50 dirhams. എന്താണ്? Okay, go ahead. ഇവന്റെ വെറുതെ ചുമ്മാളിയെന്ന് പറയണം. ഞാനൊരു തമാശ പറഞ്ഞില്ല. പൊട്ടെന്ന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? Madam, Yeah. can I have a selfie with you? Sure. Okay, thank you ma'am. Okay. ഇവരൊക്കെ കാണുന്നുണ്ടോ ഈ പ്രോഗ്രാം ഒക്കെ? ടീച്ചർക്ക് ഇത്രയും ആരാധകരുണ്ടെന്ന് ഞാൻ കരുതിയില്ല. വീട്ടില് രഹസ്യ കുട്ടിയും പിള്ളേരും പറയാറുണ്ടെങ്കിലും ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഓരോരോ ഭ്രാന്ത്. അമ്മേ, ഓ, ഈ സ്വീകരണമൊക്കെ എങ്ങനെ സെറ്റ് ചെയ്തു? സെറ്റ് ചെയ്യാനോ? ഓടാ കുശുമ്പാ. എനിക്കിവിടെയൊക്കെ നല്ല ഫാൻസ് ഉണ്ട്. എടാ, ഇപ്പൊ നമ്മൾ ആന്റിയെ പിക്ക് ചെയ്യാൻ വന്നില്ലെങ്കിൽ പോലും ആന്റിയെ പിക്ക് ചെയ്തോണ്ട് പോയി ദുബായ് കാണിക്കാൻ ഇവിടെ ആൾക്കാരുണ്ട്. എടാ, താൻസി ആന്റി ഒരു ഫേമസ് ബ്ലോഗറാ. നീ എന്താ വിചാരിച്ച ആന്റിയെ കുറിച്ച്? ഫ്രെഡി, ഇവിടുത്തെ നിയമമൊക്കെ എങ്ങനെയാ? എല്ലാവർക്കും നല്ല സ്വാതന്ത്ര്യമുണ്ട് സാറേ. നിയമം അനുസരിച്ച് ജീവിച്ചാ ഇതൊരു സ്വർഗമാ, ഭൂമിയിലെ സ്വർഗം. എന്നാലും ഈ പെട്ടെന്നുള്ള വരവിന്റെ ഉദ്ദേശമാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഒരു ഉദ്ദേശമില്ലടാ. ഞങ്ങളുടെ മോനെ ഞങ്ങൾക്കൊന്ന് കാണണ്ടേ? അപ്പൊ ഇങ്ങ് പോകുന്നു, അത്രേ ഉള്ളൂ. എന്നാലും എന്തോന്നാലും എടാ, ഒരു എന്നാലും ഇല്ല. ഒരു ചേഞ്ച് അത് ആർക്കും ഇഷ്ടമില്ലാത്ത അല്ലേ? أشهد أن لا إله إلا الله ماذا السمست جगतां वसुदैवहारे वक्षो विहारिणि मनोहर दिव्यमूर्ते സോറി, ഇറ്റ്സ് മൈ മിസ്റ്റേക്ക്. എനിക്ക് ഫ്ലാറ്റ് മാറി. നോ, ഇറ്റ്സ് യുവർ മിസ്റ്റേക്ക്. ദിസ് ഇസ് രാഹുൽ അയ്യേഴ്സ് ഫ്ലാറ്റ്. ഇത് ഞാനാ. ചായക്കുള്ള സാധനങ്ങളൊന്നും ഇല്ലായിരുന്നു. താഴത്തെ ഗ്രോസറി പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ഒരു മോർണിംഗ് വാക്കം കഴിഞ്ഞ് പോരുന്നു. എന്തോന്ന്? അറബിയ. എന്താ ഇങ്ങനെ അന്തം വിട്ട് നോക്കുന്നത് എന്ന്. ഇപ്പൊ ചായ ഇടാം കേട്ടോ. ഇതെന്തൊരു വേഷം, എന്തൊരു ഭാഷ. നല്ല വേഷമല്ലേ? ഇടാൻ എന്തൊരു സുഖമാ. കംഫർട്ടബിൾ.
അവനെവിടെ പോയി? ആ അവൻ നേരത്തെ ജോലിക്ക് പോയി. നാട്ടിലെ പോലെ 10 മണി ഏർപ്പാടൊന്നും ഇവിടെ നടപ്പില്ല. 8 വെളുപ്പിനെ അവൻ പോയി. ഇതെന്തിനാ വായ ഇങ്ങനെ തുറന്നു പിടിച്ചിരിക്കുന്നേ? അടയ്ക്ക്. ഉം. കുളിച്ചിട്ട് വരട്ടെ.